നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരത്തുള്ളൂ. അത് മാത്രമല്ല അതോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ റീച്ച് കൂട്ടാനും അത് സഹായകരും ആകും കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷത്തിൽ കണ്ടു. അച്ഛമ്മ തന്നെ തീരുമാനം പറയാണ്, ഇനി മുതൽ 3 മുറിയല്ലേ ഉള്ളൂ, പക്ഷെങ്കിൽ എല്ലാവർക്കും കിടക്കാനായിട്ട് അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറി മാറി മാറി എല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന് പറയണം. ഒരാഴ്ച ശ്രുതി മുറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ആഴ്ച രേവതി സച്ചി, പിന്നെ വർഷ ശ്രീകാന്തും, അങ്ങനെ ആ 2 മുറി അവർ ഉപയോഗിക്കട്ടെ. പിന്നെ ഈ പറയുന്ന രവീന്ദ്രന്റെ ചന്ദ്രമതിയുടെ മുറിയിൽ അവർ തന്നെ കിടക്കട്ടെ. രവീന്ദ്രന്റെ വയ്യായിക ഉള്ളതല്ലേ. പക്ഷെ ഈ അച്ഛമ്മയുടെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. കാരണം ശ്രുതിക്ക് നിലത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ഇത്രയും ദിവസം AC റൂമിൽ കിടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നിലത്ത് പോയി കിടക്കുക, അത് വിരിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? അതിന്റെ ഒരു പിറുവിറുപ്പും കാര്യങ്ങളൊക്കെ ശ്രുതിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അച്ഛമ്മ അങ്ങനെ മൈൻഡ് ചെയ്യാനായിട്ടൊന്നും പോയില്ല. പിന്നീട് രേവതി അടുക്കളയിൽ തിരക്കിട്ട പണിയാണ്. അപ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു. അച്ഛമ്മ എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ നീ ഇതെന്താ എപ്പം നോക്കിയാലും പണിയാണല്ലോ എന്ന് പറയണേ. എന്താ അച്ഛമ്മേ? അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോന്ന് ചോദിക്കും. ഒന്നും വേണ്ട. പിന്നെന്താ അച്ഛമ്മേന്ന് ചോദിക്കാണ്. അത് പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നാന്ന് പറയണ. എന്താ അച്ഛമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കണം. അല്ല കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായില്ലേന്ന് ചോദിക്കണം. അതാണോ അച്ഛമ്മേന്ന് ചോദിക്കാണ്. അതെ, എനിക്ക് അച്ഛമ്മയോട് വേറൊരു കാര്യം പറയാനുണ്ട്. അല്ല അച്ഛമ്മ ഇന്നെടുത്ത തീരുമാനം വേണമായിരുന്നോ? അവരവിടെ കിടന്നോട്ടെ, ഞങ്ങള് ടെറസിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ കിടന്നോളാം, ഞാൻ ഹാളിൽ കിടന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമല്ലേ, ഒരു വിശേഷം പോലും ഉണ്ടായിട്ടില്ല, 2 പേരും 2 അടുത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിശേഷം ഉണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. രേവതി പറഞ്ഞ, അത് പിന്നെ അച്ഛമ്മേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച എല്ലാരും മാറി മാറി കിടക്കട്ടെ. അങ്ങനെ ഹാളിൽ കിടക്കുന്നതിന് ടെറസിന്റെ മുകളിൽ കിടക്കുന്ന ബുദ്ധിമുട്ട് എന്താന്ന് എല്ലാരും കൂടെ മനസ്സിലാക്കട്ടെ. നിങ്ങൾ മാത്രം അങ്ങോട്ട് തനിച്ചു പോയി അനുഭവിച്ചിട്ട് കാര്യമില്ലോ. എല്ലാ മക്കൾക്കും ഒരേപോലെ പ്രാധാന്യമല്ലേ കുടുംബത്തിൽ വേണ്ടേ? ഒന്നെങ്കിൽ ചന്ദ്ര അത് മനസ്സിലാക്കണം. പക്ഷെ അവൾക്ക് അതിനുള്ള ബുദ്ധിയും ബോധമില്ലെന്നുള്ള കാര്യം അറിയാലോ. അല്ലെങ്കിലും അവൾക്ക് സച്ചിയെ പണ്ടോട്ട് കണ്ടെടുത്താൽ കാണത്തില്ല. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എനിക്ക് സച്ചിയാണൊന്നും കുഴപ്പമില്ല അച്ഛമ്മേ, ഞങ്ങള് ടെറസിലോ ഹാളിലോ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറയാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ അടുക്കളയിലെ പണി നീ തന്നെ എന്തിനാ മോളെ ഇങ്ങനെ കിടന്ന് ചെയ്യുന്നേ? ഇവിടെ ചന്ദ്രമതിയില്ലേ, ശ്രുതിയും വർഷ വേറെ 2 പെണ്ണുങ്ങളും കൂടി ഉണ്ടല്ലോ, അവർക്കൂടെ കൂടി ചെയ്താൽ എന്താ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. സച്ചേട്ടൻ അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഇവിടെ അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന, വെറുതെ എന്തിനാ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്കിതൊക്കെ ശീലമായെന്ന് പറയണം. അച്ഛമ്മ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം വരെ നമ്മൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കും. അവർക്ക് ഇതൊന്നും ഒരു നീച്ചത്തുണ്ടാകത്തില്ല, അവർക്ക് ഇതൊന്നും മനസ്സിലാകാനും പോകുന്നില്ലെന്ന് പറയണം. അത് സാരമില്ല അച്ഛമ്മയെന്നൊക്കെ പറയണം. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ സുധിയുടെ പാർക്കിലെ കൂട്ടുകാരൻ സന്തോഷം കൂടെ നേരെ സുധി വാങ്ങാൻ പോകുന്ന കടയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ആ കടയിൽ ചെന്ന് കടയെ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ആ കടയൊക്കെ ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കട ഇപ്പൊ നിനക്ക് കിട്ടിയതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ എന്ന് അവൻ ചോദിക്കുകയാണ്. സന്തോഷം ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല വേറൊന്നുമല്ല, നീ അന്ന് ഭിക്ഷ യാചിക്കാൻ പോയില്ലായിരുന്നോ? ഞാൻ നിന്നെ ഒരു സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയില്ലേ? അപ്പൊ സ്വാമിയുടെ അടുത്ത് പോയി സ്വാമി പറഞ്ഞ പ്രകാരം ഭിക്ഷ യാചിച്ചോണ്ടാ നിനക്ക് ഇത്രയും വലിയ ഇതൊക്കെ കിട്ടിയത്, സമ്പൽ സമൃദ്ധിക്ക് ഉണ്ടായെന്ന് പറയാം. അത് കേട്ടപ്പോ സുധി പറഞ്ഞു, ഞാൻ ആ ഭിക്ഷ അയച്ച് അത് പൂർത്തിയാക്കിയില്ലോ എന്ന് പറയണ. പൂർത്തിയാക്കിയില്ല, പകുതിയായപ്പോ ഇത്ര സൗഭാഗ്യമൊക്കെ കിട്ടിയില്ലെന്ന് ചോദിക്കാം. പിന്നെ അതുകൊണ്ടൊന്നും അല്ലെന്ന് പറയണ. പിന്നെ നീ ഇങ്ങനെയൊന്നും പറയരുത് സുധി, നിനക്കൊരു സൗഭാഗ്യം കിട്ടി കഴിഞ്ഞപ്പോ നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണ. ഇത് കേട്ടപ്പോ സുധി പറഞ്ഞു, ഇനിയും ഞാൻ വീണ്ടും പോയി ഭിക്ഷ യാചിക്കണമെന്നാണ് നീ പറയണേ? അത് വേണ്ട, ഒന്നും മിണ്ടായിരിക്കടാന്ന് പറയണ അവിടെ. അപ്പോഴേക്കും മീരെ ശ്രുതിയും കൂടെ കടയിലേക്ക് വന്നു. അവരും കടയിൽ കയറി കാണുവാണ്. ശ്രുതി മീരയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കട, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എന്താണെങ്കിലും 2 പേരും കൂടെ ചുള്ളയിൽ ഒരു കടയും കൂടെ അടിച്ചെടുത്തല്ലേന്ന് ചോദിക്കാം. നിന്റെ അമ്മായിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ടാ ഇത് വാങ്ങിച്ചെന്നെങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ആ സച്ചി മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാണ്. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അയാളെങ്ങും അറിയാനൊന്നും പോകുന്നൊന്നും ഇല്ലാന്ന് പറയാം. നിന്നെ കൂടെ സംഭവിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ ശ്രുതിക്ക് ഒരു വരുമാനമായി, ഇനി നിനക്കൂടെ വേണം. അല്ല നീ ഒരു കാര്യം ചെയ്യുക, ഇതിനൊക്കെ നിനക്കൊരു ഓൺലൈൻ ബിസിനസ് ആണ് നല്ലതെന്ന് പറയണേ. അതെന്താ? അല്ല ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടേ, ആർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തന്ത്രങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ സമീപിക്കാന്നും പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ ഒരു പരസ്യം കൊടുത്താൽ മതി. കാരണം അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ. എല്ലാരും പറ്റിക്കാനായിട്ട് നിനക്ക് ഭയങ്കര മിടുക്കല്ലേ, പറ്റിച്ചെങ്ങനെ പൈസ ഉണ്ടാക്കാം, ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, ഓഹോ അപ്പൊ നീ എന്നെ കളിയാക്കുമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട് ഞാൻ വെറുതെ പറഞ്ഞല്ലേ, എന്നാലും നീ നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു.
എന്നൊക്കെ മീര പറയണം. അങ്ങനെ കടയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് സുധി എന്ത് ചെയ്യും, ഓടി ചെന്നിട്ട് ആ കടയുടെ ഓണർ ഇരിക്കുന്ന ചെയറിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും സന്തോഷം വന്നിട്ട് പറഞ്ഞു, എടാ ഇതാ ഓണർ ഇരിക്കുന്ന ചെയറല്ലേ, അതിന് നീ ഇവിടെ ഇരിക്കാറായോ എന്ന് ചോദിക്കുകയാണ്. ഓ, ഞാൻ അടുത്ത ദിവസം ഇത് കട വാങ്ങൂലേ, അത് വാങ്ങിയില്ലോ, കൈ കിട്ടിയിട്ട് അവിടെ കയറി ഇരുന്നാ പോരേന്ന് ചോദിക്കണം. എന്താ ബ്രോ ഇങ്ങനെയൊക്കെ പറയണേ, ഇതെനിക്ക് തന്നെ കിട്ടും, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ, ഞാൻ തന്നെ വാങ്ങാൻ പോകുന്ന കടയല്ലേന്ന് ചോദിക്കുക. എടാ ഓണർ നോക്കുന്നുണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല എനിക്കെന്നൊക്കെ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, അവര് കടയെല്ലാം കണ്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോരുവാണ്. പിന്നീട് രാത്രി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ശ്രുതി കട്ടിലേ കയറി അതിവിശാലമായിട്ട് കിടക്കുവാണ്. അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ചോദിച്ചു, ഇല്ല ഇതെന്ത് പരിപാടിയാ കാണിക്കുന്നേ, എഴുന്നേക്കാൻ പറയണേ. എന്താ, നമ്മളിവിടെ അല്ല കിടക്കണ്ടേ, നമ്മൾ ഹാളിലല്ലേ പോയി കിടക്കണേന്ന് ചോദിക്കും. ഹാളിലോ, പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ട് പോയത് ഓർക്കുന്നുണ്ടല്ലോ ഹാളിൽ കിടക്കണോന്ന്, ആഴ്ച മാറി മാറിയില്ലേ. ഓ എനിക്ക് പറ്റില്ല, ഞാൻ ഇവിടെ കിടക്കുന്നുള്ളെന്ന് പറയാ. പെട്ടെന്ന് ശ്രുതി അവിടെ ഇരുന്ന് ബെഡ്ഷീറ്റും ഇതൊക്കെ എടുക്കണം. എന്നിട്ട് പറഞ്ഞതേ വരുന്നുണ്ടേ, വാ ഇപ്പൊ തന്നെ ആ സച്ചി വേണേ വന്ന് കഥയെ മുട്ടാൻ തുടങ്ങും, മനുഷ്യൻ നാണം കെടുത്തു എന്ന് പറയണം. ഓ ഞാൻ വരുന്നില്ല എന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞ് എനിക്ക് നാണം കെടാൻ പറ്റില്ല എന്ന് പറയണം. ശ്രുതി ഒന്നുകൂടെ പുറച്ചു മുടി അവിടെ കിടക്കുവാണ്. ആ സമയത്ത് രേവതി എന്ത് ചെയ്യണം, ഹാളില് പാവിരിക്കുവാണ്. ഹാളിൽ പാവിരിക്കുന്ന കണ്ടപ്പോഴത്തേനും വർഷം അങ്ങോട്ട് വന്നു. വർഷം വന്നിട്ട് ചോദിച്ചു, അല്ല രേവതി ചേച്ചി എന്തിനാ ഇവിടെ പാവിരിക്കണേന്ന് ചോദിക്കാം. കിടക്കാനായിട്ട്. അല്ല നിങ്ങളോടൊന്ന് മുറി കിടക്കാനല്ലേ അച്ഛമ്മ പറഞ്ഞേ. അത് പിന്നെ അങ്ങനെയാ പറഞ്ഞത്, പക്ഷേ എങ്കില് ശ്രുതി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇവിടെ കിടക്കാന്ന് വെച്ചെന്ന് പറയാ. അത് കേട്ടപ്പോ വർഷം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോയി വിളിക്കുക എന്ന് പറയണേ. ശരിയാകത്തില്ല, അവര് കിടന്നുറങ്ങിയെങ്കിൽ അവരെ പിന്നെ ശല്യപ്പെടുത്തുന്നത് ശരിയാകത്തില്ലോ എന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, അതെ ഇന്ന് നിങ്ങൾ എന്നാലും മുറി കിടന്നാൽ മതി, ഒരാഴ്ചയ്ക്കുള്ള സമയം അങ്ങനെയല്ലേ തന്നിരിക്കുന്നേ, പിന്നെ എന്തിനെങ്ങനെ മാറിക്കിടക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ. ആ സമയത്താണ് സച്ചിയും കൂടെ വരുന്നത്. അല്ല രേവതി നീ ഇതെന്ത് പരിപാടിയാ കാണിക്കുന്നേ, അച്ഛമ്മ പറഞ്ഞിട്ട് പോയ നീ ഉറക്കുന്നില്ലേ, നമ്മൾ ഇവിടെ അല്ല കിടക്കണ്ടേ, നമ്മളൊന്നും മുറിക്കാത്ത കിടക്കണ്ടേന്ന് പറയും. വേണ്ട സച്ചിയേട്ടാ, അവരോട് കിടക്കുവാണെ കിടന്നോട്ടെ എന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞോണ്ട് സച്ചിക്ക് ദേഷ്യം വന്ന് സച്ചിയെ കഥയിലേക്ക് മുട്ടുവാണ്. എടാ കഥവ് തുറക്കടാന്ന് പറഞ്ഞോണ്ട്. അപ്പോഴേക്ക് ശ്രുതിയോട് പറഞ്ഞു, ദേ വന്ന് വിളിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഇത് ഒഴിവാക്കാൻ വേണ്ട ശ്രുതിയോട് ഞാൻ എഴുതേക്കാൻ പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഞാൻ ഇല്ലാന്ന് പറയാം. ഇത് സച്ചിന് കഥവും തല്ലിപ്പൊളിച്ചും കൂടെ വരും, ഒന്ന് എഴുന്നേക്കുന്നുണ്ടോന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ്. എന്താ ഇവിടെ ഒച്ചപ്പാടും ബഹളം എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛമ്മ പറഞ്ഞിട്ട് പോയ കാര്യം ഓർക്കുന്നില്ലേ, ഒരാഴ്ച വെച്ച് ഓരോരുത്തർ റൂം ഉപയോഗിക്കണമെന്ന്. ഇപ്പൊ ഞങ്ങളുടെ ടേണാണ്, ഞങ്ങളാണ് അകത്ത് പോയി കിടക്കണ്ടേ. അപ്പം ശ്രുതിയും കൂടെ അകത്ത് കിടക്കും, അവര് എഴുന്നേറ്റ് വന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ചിലപ്പോൾ അവർ ഉറങ്ങിപ്പോയി കാണും. ആഹാ അങ്ങനെ ഉറങ്ങേണ്ട കാര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതിയും കൂടെ കഥ തുറന്നും കൂടെ ഇറങ്ങി വരുവാണ്. ആ സമയത്ത് സച്ചി ഇങ്ങനെ അടിമുടി നോക്കി സച്ചിയോട് ചോദിച്ചു, അല്ല നീ എന്താണ് കഥയെ വന്ന് കിടന്ന് മുട്ടിയെന്ന് ശ്രുതി ചോദിക്കുകയാണ്. നിങ്ങൾ ഇറങ്ങി വരാത്തോണ്ട് ഞങ്ങൾ ഇറങ്ങി വരാൻ തുടങ്ങും എല്ലാവരും ചോദിക്കും. പിന്നെ സുധിയുടെ മുഖം കണ്ടാ അറിയാലോ, നല്ലൊരു ഉറക്കമായിരുന്നു അറിയാലോ എന്ന് പറയണം. ആകെപ്പാടെ നാണം കിട്ടുപോയി. പിന്നീട് എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധി ചന്ദ്രമേതിൽ എടുത്തു പറഞ്ഞു, അമ്മേ എനിക്ക് പറ്റില്ലേ പുറത്ത് ഹാളിൽ കിടക്കാനായിട്ട്, ഇവിടെ അപ്പടി ചൂടായിരിക്കും, ഈ ചൂടത്ത് കിടന്ന് എങ്ങനെയാ ശരിയാവുന്നേ, ഒന്നാമത്തെ കാര്യം എ സിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. സച്ചു പറഞ്ഞു, നീ ആള് കൊള്ളാലോടാ, ഇത്രയും കാലം എ സി ഒക്കെ ഉണ്ടായിട്ടാണോ ഞാനും രേവതി ഇവിടെ കിടന്നേ, അല്ലല്ലോ ഞങ്ങൾ ടെറസിലും ഹാളിലും ഒക്കെ ആയിട്ട് കിടന്നപ്പോ നീയൊക്കെ മുറിയിൽ അങ്ങ് സൂചിച്ച് കിടക്കുമല്ലായിരുന്നോ എന്നൊക്കെ സച്ചി ചോദിക്കണം. രേവതി പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് സ്തുതി പറഞ്ഞു, അമ്മേ ഇവിടെ ഒരു എ സി വേണ്ടായിരുന്നു പറയണം. എടാ എ സി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്ന് മുതൽ നിന്റെ അച്ഛനോട് പറയുന്നതെന്നറിയോ, അച്ഛനെതിരായിട്ട് വാങ്ങിച്ചിട്ടില്ല, അതിങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ കുറ്റപ്പെടുത്തുവാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ ചന്ദ്രേ, നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ഈ വീട്ടിൽ എ സി ഉണ്ടായിരുന്നോ, ഒരു മുറിയിലെങ്കിലും ഉണ്ടായിരുന്നോ, 3 മക്കളെ നീ പ്രസവിച്ച് വളർത്തിക്കൊണ്ട് ഈ വിധം ആക്കിയില്ലേ, അതല്ലേ എ സിക്കകത്ത് ഇട്ടാണോന്ന് ചോദിക്കും. അല്ലല്ലോ പിന്നെന്താ ഇപ്പൊ നിനക്ക് കുഴപ്പമെന്ന് ചോദിക്കാം. ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. പിന്നെ ചന്ദ്രമതി നാവടഞ്ഞു. ആ സമയം സ്തുതി പറഞ്ഞു, ദേ എനിക്ക് എന്താണും എ സി ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഭയങ്കര ചൂടായിരിക്കും എന്ന് പറയാണ്. സച്ചി പറഞ്ഞു, നിനക്കെന്താണ് എത്ര ബുദ്ധിമുട്ട്, ഞങ്ങൾ ഇത്രയും ദിവസം കിടന്നുറങ്ങിയതല്ലേ, ഒന്ന് ഉറങ്ങിയെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അപ്പോഴേക്കും വർഷം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ അമ്മ ഒന്നും പറഞ്ഞല്ലേ ഇവിടെ എ സി പിടിപ്പിച്ചരാന്ന്, അത് ചെയ്യുവായിരുന്നെങ്കിൽ ഈ കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവായിരുന്നു ചോദിക്കണം. ചന്ദ്രമതി അത് ശരിയാ, പക്ഷേ എങ്കിൽ ആ സമയത്ത് രവിയേട്ടനും സച്ചിയൊന്നും സംഭവിച്ചില്ല എന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, മോളെ അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയണം. എന്താച്ചാ അതൊന്നും ശരിയാകത്തില്ല, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ എ സി പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ തനിച്ചൊരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ നിങ്ങളുടെയൊക്കെ വേണേ എ സി ഒക്കെ മേടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇതങ്ങനെയല്ലോ, നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുമല്ലേ, അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും ഒരിക്കലും ശരിയാവുന്ന കാര്യമില്ലെന്ന് പറയണം. പിന്നീട് ശ്രുതി പറഞ്ഞു, ഇനിയിപ്പം
ബാ സുധി ഇവിടെ കിടക്കാന്ന് പറയണം. സുധിക്ക് നല്ല ദേഷ്യമായിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുധിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥ. ഈ സമയം ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി കിടക്കണില്ലേന്ന് ചോദിക്കും. അപ്പോ എനിക്കും കിടക്കാൻ പറ്റില്ല എന്ന് പറയണം. എങ്ങനെ ഈ ചൂടത്ത് കിടക്കുമെന്ന് ഓർത്ത് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അകത്ത് രേവതി തറയിലൊരു പാവിരിക്കുകയാണ്. സച്ചി ചോദിച്ചു, ഇതെന്താ രേവതി തറ പാവിരിക്കണമെന്ന് ചോദിക്കും. ഞാൻ കട്ടിലേ കിടക്കുന്നില്ല, ഞാനിവിടെ കിടന്നോളാന്ന് പറയണം. അതെന്താ? ശരിയാകത്തില്ല. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച, അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പുറത്തു പോയി കിടക്കണം. വീണ്ടും ഒരാഴ്ച, അതിന്റെ ആവശ്യം എന്താ? ഈ തറയെ കിടന്നാൽ മതി എന്ന് പറയണം. സച്ചിയാണ് ഒരു കാര്യം ചെയ്യുക, സച്ചിയാണ് ആ ബെഡേ കിടന്നോളാൻ പറയണം. അത് കുഴപ്പമില്ല, നീ എവിടെയാ കിടക്കുന്നെങ്കിൽ ഞാനും അവിടെ കിടക്കുന്നോളെന്ന് പറയണം. ആ സമയം രേവതി പറഞ്ഞു, വേണ്ട സച്ചേട്ടാ, സച്ചേട്ടൻ്റെ രാവിലെ ഓട്ടോ ഒക്കെ ഉള്ളല്ലേ, തറയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ദേഹത്തിന് മൊത്തം വേദനയായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കാണ് കഥയെ മുട്ടുന്ന കേട്ടെ. ഇതാരാ പോലും ഓർത്ത് സച്ചി ഒന്ന് കഥ തുടങ്ങി കഴിഞ്ഞപ്പോൾ ശ്രുതിയായിരുന്നു. എന്റെ ചാർജർ എടുക്കണമെന്ന് പറയണം. അങ്ങനെ ശ്രുതി ചാർജർ എടുത്തോണം കൂടെ പോയി. ആ സമയത്ത് ശ്രുതി ചോദിച്ചു, എന്തിനാ ശ്രുതി വെറുതെ അവരെ മുട്ടി ശല്യപ്പെടുത്തുന്നേ? ചാർജർ ഇപ്പൊ ആവശ്യമുള്ള കാര്യമാണെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, പിന്നെ അങ്ങനെ അവർ സുഖിച്ച് അവിടെ കിടന്ന് ഉറങ്ങണ്ടെന്ന് പറയാണ്. പിന്നീട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്റെ പില്ലോ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കിടന്ന്, എനിക്ക് ആ പില്ലോ തല വെച്ച് കിടക്കണം ഉറങ്ങണമെങ്കിൽ എന്ന് പറയണം. വീണ്ടും പോയി കഥയെ മുട്ടാണ്. സച്ചി വെച്ച് എന്താ കാര്യം? അതെ, എന്റെ പില്ലോ ഒക്കെ എനിക്ക് എടുക്കണമെന്ന് പറയാം. സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. വീണ്ടും ശ്രുതി കയറിയിട്ട് ബെഡ്ഷീറ്റും പില്ലോ എല്ലാം കൂടെ ഒരു കൂട്ട സാധനങ്ങളും കൊണ്ട് ഞങ്ങളുടെ പുറത്തേക്ക് ഇടുകയാണ്. അപ്പോഴേ ശ്രുതി പറഞ്ഞു, എന്തിനാ ശ്രുതി ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. വെറുതെ മനുഷ്യനെ നാണം കെടുത്താനിട്ട് എന്നൊക്കെ പറയണം. പക്ഷെ എന്നിട്ട് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. വീണ്ടും സച്ചി കഥ അടച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ശ്രുതി പോയി കഥയെ മുട്ടുവാണ്. സച്ചി എന്ത് ചെയ്തു? സച്ചി ഒട്ടും പഠിച്ചില്ല. സച്ചി ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് ആ മുറിയിലുള്ള കുറെ സാധനങ്ങൾ, ശ്രുതിയുടെ കുറെ സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് ഭാര്യ കെട്ടിയിട്ട് നേരെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ നിങ്ങളുടെ രണ്ടുപേരുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഇനി വന്ന് കഥയെ മുട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ ഒടിച്ചു വിടുമെന്ന് പറയണം. ആകെപ്പാടെ നാണം കെട്ടുപോയി ശ്രുതി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയില്. അങ്ങനെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോ ശ്രുതി ചോദിച്ചു, ഇപ്പൊ സമാധാനമായല്ലോ, ഇനി വന്ന് കിടക്കാൻ നോക്കാൻ പറയണം. അത് പിന്നെ ഈ ചൂട് കാരണം ഉറങ്ങാനായിട്ട്, അതെ ഇത്തിരി ചൂടൊക്കെ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവുള്ളൂ. പിന്നെ അറിയാലോ, ഈ ഒരാഴ്ച ഇങ്ങനെ കൂടെ പോട്ടെ, അടുത്ത ആഴ്ച നമുക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയാം. എന്ത് തീരുമാനം? അതൊക്കെ ഉണ്ട്. ഈ പറയുന്ന വർഷ വലിയ വീട്ടിലെ പെണ്ണല്ലേ, അവൾ എന്താണെങ്കിലും ടെറസിന്റെ മുകളിലോ ഹാളിലോ ഇങ്ങനെ വന്ന് കിടക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അതിൻ്റെതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കാണാം എന്നൊക്കെ പറയണം. ആ സമയം രേവതി പാവരിച്ചിട്ട് ഇരിക്കുമ്പോഴത്തേനും സച്ചിൻ കൂടെ പായലേക്ക് വന്നിരുന്നു. സച്ചേട്ടാ, ആ കട്ടിലെ കയറി കിടന്നോളാൻ പറയണം. അതൊന്നും വേണ്ടാന്ന് പറയാം. അതെന്താ? കട്ടിലെ കയറി കിടന്നിട്ടുണ്ടെങ്കിലേ നിന്റെ അടുത്ത് കിടക്കാൻ പറ്റുമോ? എനിക്ക് നിന്റെ അടുത്ത് കിടന്നില്ല, ഇപ്പൊ ഉറക്കം വരത്തില്ല. ഈ പൂവിന്റെ മണമൊക്കെ അടിച്ച്, നീ തലയിൽ വെക്കുന്ന പൂവുണ്ടല്ലോ, അതിന് മണമൊക്കെ അടിച്ച് കിടക്കുന്നതിന് പ്രത്യേക സുഖമാന്ന് പറയണം. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ സച്ചേട്ടന് ദേഹച്ചിട്ട് പൂവ് അങ്ങ് ചൂടിക്കോ, അപ്പൊ കുഴപ്പമില്ല, നല്ല സ്മെല്ലുണ്ടാവുമല്ലോ എന്ന് പറയണം. അങ്ങനെ ചൂട്ടാണെങ്കിൽ നിന്റെ അടുത്ത് കിടക്കുന്ന സുഖം കിട്ടത്തില്ലോ രേവതി എന്ന് സച്ചിയും പറയാണ്. അങ്ങനെ സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും കൂടെ തറയെ തന്നെ പാവിരിച്ച് കിടക്കണം. അല്ലാതെ അവരെ ബെഡേലൊന്നും കയറി കിടക്കാനൊന്നും പോയില്ല. ആ സമയം ശ്രുതി ഉറക്കം വരാതെ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് കിടക്കുക. നോക്കിയപ്പോ എല്ലാം ശ്രുതി നല്ല ഉറക്കമാണ്. അങ്ങനെ അന്നത്തെ രാത്രിയും കഴിഞ്ഞു. പിറ്റേ ദിവസം ശ്രുതി ഇങ്ങനെ കണ്ണൂർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സമയം 6:30 പക്ഷെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രുതി നല്ല ഉറക്കം. ദൈവമേ, ഉറങ്ങാനും പറ്റുന്നില്ല എന്നോർത്ത് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ചന്ദ്രമതി കഥവും തുറന്ന് ഇറങ്ങി വരുന്നത്. ചന്ദ്രമതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ അങ്ങോട്ട് ശ്രുതി ആയിരുന്നു. ശ്രുതിയെ കണ്ടപ്പം ചന്ദ്രമതി ചോദിച്ചു, അല്ല അവൾ എഴുന്നേറ്റില്ലെന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയണം. എടാ സമയം 6:30 എന്താ എഴുന്നേക്കാത്തേന്ന് ചോദിക്കും. അവള് നല്ല ഉറക്കമാന്ന് പറയണം. നോക്കുമ്പോൾ ശ്രുതി മൂടി പൊതിച്ച് കിടന്ന് അവള് നല്ല ഉറക്കമാണ് ആ ഹാളിൽ കിടന്നിട്ട്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എന്റെ അമ്മ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം. എന്ത് ഇങ്ങനെ കിടക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണം. ഭയങ്കര നടുവിന് വേനയും കാര്യങ്ങളൊക്കെ. അമ്മ എന്റെ കണ്ണിലേക്ക് നോക്കി, രാത്രി ഒരു പോളെ കണ്ണ് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ പുതിയ ഷോറൂമൊക്കെ തുടങ്ങാൻ പോവല്ലേ, അങ്ങനെ തുറക്കണ സമയത്ത് ഇങ്ങനെ ഈ ഉറക്കളിച്ച് പോയി അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, എടാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എങ്ങനെയെങ്കിലും ആ സച്ചിയുടെയും രേവതിയുടെയും കയ്യിൽ നിന്ന് ആ മുറിയൊന്ന് വാങ്ങിച്ചാ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളാം. അല്ലെങ്കിൽ ഇത്രയും കാലം അവരല്ലായിരുന്നു ടെറസിലും അവിടെ ഇവിടെ കിടന്നുകൊണ്ടിരുന്നേ, പിന്നെ ഞങ്ങൾ എന്തിനാ അവിടെ പോയി കിടക്കണേന്ന് ചോദിക്കുക. എടാ നിന്റെ അച്ഛമ്മ പറഞ്ഞിട്ട് പോയ കാര്യം നീയും കേട്ടല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. അമ്മയ്ക്ക് ഇത് പറയാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ദേഹത്തിനൊക്കെ നല്ല വേദന ഉണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ പോലും ഇത് അംഗീകരിച്ച കാര്യമാണ്. പിന്നെ സച്ചിയുടെ സ്വഭാവം അറിയാലോ, മുറിയിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ഭ്രാന്തളകും. നിന്റെ അച്ഛമ്മയുള്ള സമയത്തല്ലേ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചേ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിനൊന്നും മെനക്കെടാൻ പോകണ്ടെന്ന് പറയണം. നീ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറയണം. അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരാഴ്ച ഞാൻ നോക്കും, അത് കഴിഞ്ഞിട്ട് എനിക്ക് മുറി കിട്ടണം. മുറി കിട്ടിയില്ലെങ്കിൽ അറിയാലോ ഞാൻ പിന്നെ എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. ശ്രുതിയുടെ കാര്യം തന്നെ ഓർത്ത് വയ്ക്കുക. വലിയ വീട്ടിലെ പെങ്കൊച്ചിലെ അവള് തറയിൽ കിടക്കാന്ന് പറഞ്ഞാല് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല.
പാവം ആയതുകൊണ്ട് മാത്രം അവളൊന്നും മിണ്ടുന്നില്ല എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, ഇതിനുള്ള പരിഹാരമൊക്കെ ഞാൻ കണ്ടോളാം, നീ ഒന്നും ധൈര്യമായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ സമാധാനിപ്പിച്ച് അങ്ങോട്ട് വിടുവാണ്. എന്നാലും സുധിക്ക് നല്ല ടെൻഷനായിരുന്നു, എങ്ങനെയായി തീരും എന്തായി തീരും എന്നൊക്കെ അറിഞ്ഞിട്ട്. കാരണം ഒരാഴ്ച ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ അത് സുധിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലുന്നതിന് തുല്യമാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. സുധി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.